നവംബർ ടു മാർച്ച് എത്രത്തോളം മഞ്ഞ് ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ചൊവ്വ ലോകത്തിലേക്ക് സ്വാഗതം. മണാലി പോലെ ഇത്രയും ഭംഗിയായിട്ടും മഞ്ഞ് ആസ്വദിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ വേറൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതിന് കാരണം മണാലിയിലെ പ്രത്യേകത ഏകദേശം ഒക്ടോബർ പകുതി തൊട്ട് ജൂലൈ പകുതി വരെയും മഞ്ഞ് ആസ്വദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിന് കാരണം നമുക്ക് 13,058 അടി ഉയരെയുള്ള റോത്താങ് പാസ് വരെ സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മഞ്ഞ് കാണുന്നത് പോലെയല്ല അത് നമ്മൾ അനുഭവിക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ നല്ല കഠിനമായിട്ടുള്ള തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ വരുന്നത് ഏത് മാസമാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ട് ആ മാസത്തിലെ തണുപ്പ് നമ്മൾ ഏത് പാക്കേജാണോ എടുത്തിരിക്കുന്നത്, ഏത് ഹോട്ടലാണോ ബുക്ക് ചെയ്യുന്നത്, ഇവരുമായിട്ട് കൺഫേം ചെയ്യുക. ആ സമയത്ത് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള കവറിങ് വസ്ത്രങ്ങൾ കൊണ്ടുവരണമെന്ന് റീകൺഫേം ചെയ്യുക. അതിനനുസരിച്ചിട്ട് മാത്രം വരിക. ഇല്ലെങ്കിൽ ഈ കാണുന്ന കാഴ്ച നമുക്ക് ബുദ്ധിമുട്ടാവുകയും നമുക്ക് മഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റാതെയും വരും. കുഞ്ഞു കുട്ടികളെയുമായി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കുട്ടികൾക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കവറിങ് നടക്കില്ല. നോർമൽ ഒരു ജാക്കറ്റ് അല്ല, ഇതിന് 3-4 ലെയറുകളാണ്. ഇതിനു വേണ്ടിയുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ പോകുന്ന പാക്കേജ് എടുക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് ചോദിച്ച് കൺഫേം ചെയ്യുക. ഈ പ്രാവശ്യത്തെ മണാലിയിലെ മഞ്ഞുകാലം ഭയങ്കരമായിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം ഓൾറെഡി ഓഗസ്റ്റ് തൊട്ട് തന്നെ മഞ്ഞ് വീഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നവംബർ ടു മാർച്ച് എത്രത്തോളം മഞ്ഞ് ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ഇത് നമ്മളുടെ കോട്ടേജും അതിൻ്റെ പരിസരങ്ങളും തൊട്ട് മണാലിയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല സമയങ്ങളിൽ ഏകദേശം ഒക്ടോബർ തൊട്ട് ജൂൺ ലാസ്റ്റ് ജൂലൈ പകുതി വരെയുള്ള വീഡിയോസും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.